അത്രയേ ഉള്ളൂ ഏതിനകത്ത് മാസ്റ്റർ ആവാൻ. പക്ഷേ ആൾറെഡി നമ്മൾ ചെയ്യത്തില്ല, നമ്മൾ പറയും സമയമില്ലെന്ന് പറയും. ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നും അവർക്ക് പ്രശ്നങ്ങൾ ഇല്ലാതെ അവർക്ക് അവരുടെ ഹാപ്പിനെസ്, അവരുടെ ബ്രെയിനിൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലമാണ്. പണ്ട് നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ബാംഗ്ലൂരോ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഐ ടിയിലൊക്കെ പോകുന്ന ഒരു ജോലി കിട്ടിയാൽ പിറ്റേ മാസം ചെയ്യുന്നത് ഒരു മാസം ഒരു 40,000 രൂപ EMI അടയ്ക്കുന്ന ഒരു ഫ്ലാറ്റ് മേടിക്കും. പുതുതായിട്ട് പഠിക്കണം. മറ്റിപ്പോൾ MBBS അവിടെ ഇരുന്ന് പഠിച്ചു, കോളേജിൽ പഠിച്ചു, ബാക്കി ഇപ്പോൾ മെഡിക്കൽ റെപ്പ് പഠിപ്പിക്കുന്നുണ്ട്. ഇത് മതി. ആൾക്കാർ പേഷ്യൻസ് മുമ്പിലുണ്ട്, ഇഷ്ടംപോലെ കാശും കിട്ടുന്നുണ്ട്. ഒരു 50,000 രൂപയ്ക്ക് V-Guardൻ്റെ ഷെയർ തരാമെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ കിടന്ന് വെച്ചോക്കത്തേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ തന്നെ പുള്ളി തിരിഞ്ഞു നിന്നെന്നോ, അവിടുത്തെ സെക്യൂരിറ്റി എന്തെങ്കിലും പറഞ്ഞെന്നോ, സെക്യൂരിറ്റി ചിരിച്ചില്ലെന്നോ, രാവിലെ ചെന്നപ്പോൾ ഗേറ്റ് തുറന്നില്ലെന്നോ ഒക്കെ പറഞ്ഞ് നമ്മളെന്തെങ്കിലും പ്രശ്നം കണ്ടത്. അത് ചില ആൾക്കാർ ഇന്നാൾ ഒരാൾ പറഞ്ഞാണ്, അവർക്ക് രാത്രി ഉറങ്ങണമെങ്കിൽ, ഞാൻ തമാശയായിട്ട് പറയുന്നതായിട്ട് നിങ്ങൾ കൂട്ടണ്ട, ഇത് ലിറ്ററലി ഉള്ള കാര്യമാണ്. അവർക്ക് പ്രശ്നങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ബ്രെയിൻ കുറേ വർഷം കഴിഞ്ഞാൽ അങ്ങനെ ആവും. ഇതൊക്കെ ശീലങ്ങളാണ്. അതായത് ഒരാളോടും വഴക്ക് പിടിക്കാൻ സൗകര്യം കിട്ടിയില്ല, വീട്ടിൽ വന്ന് അമ്മയോടും അപ്പനോടാണെങ്കിലും രാത്രി വഴക്കും, അല്ല അമ്മയ്ക്കിട്ട് 2 അടിയും കൊടുത്തിട്ട് കിടന്ന് ഉറങ്ങണം. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നും അവർക്ക് പ്രശ്നങ്ങൾ ഇല്ലാതെ അവർക്ക് അവരുടെ ഹാപ്പിനെസ്, അവരുടെ ബ്രെയിനിൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലമാണ്. എപ്പോഴും ഇഷ്യൂ വേണം. ആരുന്നില്ലെങ്കിൽ അവർ ചേട്ടനും അനിയും തമ്മിലാവും. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. അതായത് അവർ ഒന്നിച്ചാണ് ഇവർ ബാക്കിയുള്ളവരുടെ പ്രശ്നം, ആരുമില്ലെങ്കിൽ ഇവർ ചേട്ടനും അനിയും അവർ തമ്മിൽ പ്രശ്നം. വേറെ പുറത്തൊരാൾ വന്നാൽ ചേട്ടൻ എന്നോട് ഒന്നിച്ച് നിൽക്കും, പുറത്തൊരാളില്ലെങ്കിൽ റിസ്ക് കൂടുതലാണ്, ഇവർ തമ്മിൽ പ്രശ്നം. അപ്പോൾ ഇത് ഓരോരുത്തരുടെ സ്വഭാവം. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയും ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മൾ ഈ പോസിറ്റീവ് തിങ്കിങ് വേണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ പോസിബിലിറ്റി തിങ്കിങ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ട്. പോസിബിലിറ്റി നമ്മൾ മനസ്സിലാവണം. അതായത് എന്നും നമ്മളൊരു പോസിബിലിറ്റി, ഓപ്പർച്യൂണിറ്റികളൊക്കെ കാണും. പോസിബിലിറ്റി തിങ്കിങ് എന്ന് പറയും. അത് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി ശരിയായ അർത്ഥത്തിൽ മനസ്സിലാവുകയും അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നവരാണ് വലുതാകുന്നത്. എല്ലാവരും പുറത്തേക്ക് പോകില്ല. ഇവിടെ നാട്ടിൽ തന്നെ പലരും ഇല്ല. പിള്ളേരൊന്നും ഇതിനൊന്നും അവർക്കൊന്നും ടെൻഷൻ എടുക്കാൻ പറ്റിയില്ല. അവർക്ക് ഹാപ്പിയായിട്ട് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കണം. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയൊക്കെ അടിച്ചു പൊളിക്കണം. അല്ലാതെ ഈ ആവശ്യമില്ലാത്ത പൊല്ലപ്പൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് ലോഡ് എടുക്കാനൊന്നും താല്പര്യമില്ല. വെറുതെ ആ ജീവിതം ഒന്നേ ഉള്ളൂ. അതിന് കുറച്ച് പോസിറ്റീവ് സൈഡുണ്ട്, കുറച്ച് നെഗറ്റീവ് സൈഡുണ്ട്. ഉത്തരവാദിത്തങ്ങളെ വീട്, പറമ്പ്, എവിടെ പറമ്പിൻ്റെ അതിരെവിടെയാണെന്ന് പോലും ഇന്നത്തെ പിള്ളേർ ആരും അന്വേഷിക്കുന്നുമില്ല, ആർക്കും അറിയാൻ വേണ്ട. ഈസി ലൈഫ് ആണ് ഇഷ്ടപ്പെടുന്നത്. അവർക്ക് ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തം. അതിനകത്ത് കുറേ പോസിറ്റീവ് സൈഡുണ്ട് കേട്ടോ. പിന്നെ അതിന് ലോൺ അടയ്ച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഡെയിലി അവരുടെ കമ്പനി കൂടെ അപ്പുറം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ജോലി പോയ മെയിലുകൾ കാണുന്നതും പിറ്റേ ദിവസം ചെല്ലുമ്പം ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മുടെ ഈ കോഴിക്കട നിൽക്കുമ്പം നമുക്ക് കാണാം ഒരു കാഴ്ച. എന്താണ്, ഒരാൾ വരുന്നു, ഒരു 2 കിലോ തൂക്കമുള്ളൊരു കോഴിയെ പിടിക്കാൻ പറയുന്നു. ഉടനെ അതിൻ്റെ 1 മിനിറ്റ് മുമ്പ് അടുത്തുനിന്ന് ബാക്കിയെല്ലാം കോഴികളെ കൊത്തി ഓടിച്ചിരുന്ന കോഴിയാണ് 2 കിലോ കറക്റ്റ് വരുന്നത്. അവരെ നേരെ പിടിക്കുന്നു, കൊല്ലുന്നു. ഇതാണ് നോർമൽ ലൈഫ്. തൊട്ടടുത്ത് നിൽക്കുന്ന കൂട്ടുകാരുടെ കൊത്തിപ്പറിച്ച് ഓടിച്ചിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് കറക്റ്റ് കോഴിക്കട ഒരാൾ കസ്റ്റമർ വരുന്നു, 2 കിലോ ഉള്ള കോഴി എടുക്കാൻ പറയുന്നത്. അതുകൊണ്ട് ഇവൻ്റെ കഥ കഴിച്ചു. ഇതുപോലെയാണ് നോർമൽ ലൈഫ്. ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അതാദ്യം റിയലൈസ് ചെയ്യണം. അത് റിയലൈസ് ചെയ്താൽ പ്രശ്നം തീർന്നു. ഇതൊക്കെയാണ് നോർമൽ ഇന്നത്തെ പല ജോലികളും. ഇന്ന് കോർപ്പറേറ്റ് ജോലി എന്ന് പറഞ്ഞാൽ ശമ്പളമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഇതേ അവസ്ഥയാണ്. കോഴിക്കടയിലെ അവസ്ഥയാണ്. കോഴിക്കട നോക്കി നിൽക്കുന്ന അതേ അവസ്ഥയാണ്. എപ്പോഴാണോ 2.5 കിലോയുടെ കസ്റ്റമർ വരുന്നത് അന്നേരം അതുവരെ ഉള്ളൂ മറ്റവൻ്റെ ഫൈറ്റും കോമ്പറ്റീഷനൊക്കെ. അന്നേരം കഴിഞ്ഞു. അപ്പോൾ അന്ന് ഇപ്പം ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഇവർ ജോലി കിട്ടി പിറ്റേ മാസം ഒരു ഫ്ലാറ്റ് എടുക്കുന്നു, അതിൻ്റെ EMI അടയ്ക്കുന്നു. പിന്നെ ജോലി പോകും. കാരണം കൂടെ ഉള്ളവൻ്റെയൊക്കെ അപ്പുറം ജോലി തെറിച്ചുകൊണ്ടിരിക്കുക. ജോലി പോയാൽ എന്ത് ചെയ്യും? ഇതിനകത്താണ് അസുഖങ്ങൾ മുഴുവൻ വരുന്നത്. ഇപ്പം ഈ ജനറേഷനുള്ള കുട്ടികൾ ആരും ഇത് പിടിക്കുന്നില്ല. അവർ പറയുന്നത് ജോലി എവിടെയാണോ അതിനടുത്തൊരു ഫ്ലാറ്റ്, ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റ് കയറി താമസിക്കുക. ആ രൂപ കൊണ്ട് ഈ വല്ല സ്ട്രെസ്ഫുള്ളായിട്ട് ഈ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് അവർ യാത്രകൾ പോകും. അതാണ് ശരിക്കുള്ള ലൈഫ്. വെറുതെ എന്തിനാവശ്യമില്ല. നമ്മൾ ആ കൂടി ജീവിതം ഒന്നേ ഉള്ളൂ. വെറുതെ പ്രഷർ കൂടി ചെയ്യാൻ കാര്യമില്ല. ജോലി ട്രാൻസ്ഫറായോ അങ്ങോട്ട് ഈ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് ഉണ്ടല്ലോ, അവരെ ഏൽപ്പിച്ചിട്ട് അടുത്ത അഡ്രസ്സ് കൊടുത്തേക്കും, അങ്ങോട്ട് പോകും. ഈ സാധനം എല്ലാം പാക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവന്നേക്കാൻ പറയും. സംഭവം കഴിയും. ഇപ്പം അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് കുട്ടികളുടെ ഇടയിൽ. ഏതൊരു കാര്യവും ഒരാൾ മാസ്റ്റർ ആവാൻ ഒരു ദിവസം 18 മിനിറ്റ്, ഒരു ദിവസം 18 മിനിറ്റ് ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു 1000 മണിക്കൂറാകുന്ന സമയത്ത് ആ ഫീൽഡിലെ ടോപ്പ് 5% വരും. പക്ഷെ ദിവസം 18 മിനിറ്റ് അതിൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്തെ ചോദ്യം. ഒരു ദിവസം 18 മിനിറ്റ് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാസ്റ്റർ ആണെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാൾ ഒരു ദിവസം 18 മിനിറ്റ് വെച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് 1000 മണിക്കൂർ ചെയ്യുകയാണെങ്കിൽ അയാൾ അതിൻ്റെ ടോപ്പ് 5% വരും എന്നാണ് പറയുന്നത്.
ഇത് നമുക്ക് എത്ര പേര് ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ ഇത് പലരും ചെയ്യല. ഒരാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുന്നവരൊക്കെ അവരറിഞ്ഞോ അറിയാതെ ഇത് ചെയ്യുന്നവരാണ്. അത്രയേ ഉള്ളൂ ഏതിനകത്ത് മാസ്റ്റർ ആവാൻ. പക്ഷേ ആൾറെഡി നമ്മൾ ചെയ്യത്തില്ല. നമ്മളൊരു സമയമില്ലെന്ന് പറയും. എവിടെയാണ് ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് എവിടെയാണ് സമയം? പക്ഷേ എന്നാൽ നമ്മൾ ബാക്കിയെല്ലാ കാര്യങ്ങളും സമയം, ആഹാരം കഴിക്കുന്നില്ല, ഇതിനൊക്കെ സമയമുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് നമ്മൾ പ്രയോറിറ്റി. കാരണം ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. വേറൊരു കാര്യം, പുതുതായിട്ട് പഠിക്കാനോ പുതുതായിട്ട് ചെയ്യാനോ താല്പര്യമില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. പുതുതായിട്ടൊരു ലേൺ ചെയ്യുക എന്ന് പറയുന്നത് ഈസി പരിപാടിയല്ല. എല്ലാവരും തയ്യാറാകത്തില്ല.